ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ചെയ്യാൻ പോകുന്നത്. അതെ, നമ്മൾ അതുകൊണ്ട് രാവിലെ തന്നെ ഇന്ന് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ കൂടെ 6:15 അപ്പൊ നമുക്ക് സീനത്തൊക്കെ കാണാം. ഇവിടെ ഇപ്പൊ നമ്മളൊരു പുഴന്റെ അടുത്തെത്തിയായിട്ടോ. നമുക്കൊരു 1.5 കിലോമീറ്റർ നടന്നു. നമുക്ക് ഈ പുഴന്റെ അടുത്തെത്തി നമുക്ക് ഇതിന്റെ വ്യൂ കാണിച്ചു തരാം. കുറച്ച് മതി. അങ്ങനെ നമ്മള് തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. തിരിഞ്ഞു നടക്കണ എന്താന്ന് ചോദിക്കാറ് കാണണെങ്കില് ഇതൊക്കെ കാണുമ്പോ നമ്മൾ നടക്കുന്നിടത്തുള്ള വ്യൂസ് അടിപൊളി വ്യൂ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ വീട്ടിലൊരു നായുണ്ട് കേട്ടോ. നമ്മളെ ഇപ്പൊ ഇവിടെ ആദ്യമായിട്ടാ വന്നത് എന്താ നടക്കാൻ. ഇവിടെ കണ്ടപ്പോൾക്ക് കുറച്ച് എന്താ അറിയില്ല. ലിഫ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ലിഫ്റ്റിലാണ് നമുക്ക് ഫ്ലോർ ഒന്നല്ല, നമുക്ക് ഏതെങ്കിലുമൊക്കെ ഫ്ലോറിൽ നോക്കണം. മുഴുവൻ ക്യാമറ ഇവിടെ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ പരിപാടികൾ കഴിഞ്ഞ് വീട് പരിപാടിക്ക് സംഭവം കാര്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വെറുതെ പോയി എന്തെങ്കിലും ഒരു കാര്യം ബ്ലോഗിലും അപ്പോൾ ഇനി നമുക്ക് വീട്ടിലെത്തില്ല എന്തെങ്കിലും കാര്യം പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തി. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 2:25 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൃത്യം 3 മണിക്ക് നമ്മുടെ +2 റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ടോ. അപ്പൊ നമ്മൾ നല്ല ടെൻഷനിലാണ്. 3 ദിവസമായിട്ട് ആട്ടം കൊണ്ട് മാറ്റി വെച്ച് ഫൈനലി ഇന്ന് നമ്മുടെ റിസൾട്ട്. എനിക്ക് എന്തായാലും മാത്സ് കിട്ടില്ലാന്ന് ഉറപ്പാണ്. ഒന്നും പറയാൻ എനിക്ക് ഉറപ്പാണ്. എനിക്ക് മാത്സ് കിട്ടില്ല, എനിക്കത് കിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എല്ലാവരും നല്ല പേടിയില്ല. ഒരു വിഷയം മതി. എനിക്ക് എന്താ പറയാ, കമ്പ്യൂട്ടറൊക്കെ ഭയങ്കര പേടിയുണ്ട്. അപ്പോ കമ്പ്യൂട്ടർ സയൻസ് നല്ല പേടിയാണ്. അപ്പോ എന്താവുന്ന അറിയൂല. ഓള് വലിയ മതി, ഓക്ക് ഒഴിവാൻ കഴിയുന്നുണ്ട്. അതെ അതെ, കാണാം. നമുക്ക് എന്തായാലും നമുക്ക് 3 മണിക്കാണ് റിസൾട്ട് വരിക. അപ്പൊ നമുക്ക് ഒഫീഷ്യലായിട്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് നമുക്ക് ഒരു 2:15 ആകുമ്പോൾ നമുക്ക് തുടങ്ങാം ഈ ഒരു കുത്തിരിക്കല്. ഓക്കെ, പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഫലപ്രഖ്യാപനം നടത്തും. 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഫലം കാത്തിരിക്കുന്നത്. മാർച്ച് 6 മുതൽ മാർച്ച് 28 വരെയാണ് ഈ വർഷത്തെ +2 പരീക്ഷകൾ നടന്നത്. 2ാം വർഷ 56 ഇനി വെറും 4 മിനിറ്റുകൾ വരാന്. 4 മിനിറ്റ് നമ്മുടെ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യും. എനിക്കൊന്നും ആവുന്നില്ല. കൈ വറുക്കി പോയി കറുപ്പയ്ക്ക് എന്താ പറിക്കാവില്ല. നല്ല പേടിയാണ് എനിക്ക്. ഒരാളെ റിസൾട്ട് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് റിസൾട്ട് അറിയണം ആഗ്രഹം. കാരണം വെച്ചാല് എന്നാ പിന്നെ ആ കഴിയും. 2ാമത് ഓളെ റിസൾട്ട് അറിഞ്ഞിന്റെ റിസൾട്ട് അറിയുമ്പോൾ പിന്നെ ചെയ്യില്ല. ടെൻഷൻ അപ്പം തന്നെ ടെൻഷൻ ആക്കി, ഫുൾ ടെൻഷൻ. നമ്മൾ ന്യൂസ് ചാനൽ നോക്കിയപ്പോൾ അതിലൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ റിപ്പോർട്ടിന്റെ ഇതിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ അതിലും ഒരു ലൈവാണ്. നമുക്ക് റിപ്പോർട്ട് അല്ലേ ഒന്നിലല്ല.
4 മണിയാണ് ആലോചിക്കുന്നത്. എന്റെ കൈയൊക്കെ വരക്കണേ. ഇത് വർഷം അങ്ങനെ മാറ്റിയ നമ്മുടെ റിസൾട്ട് വന്ന് ഞാൻ വാങ്ങിയില്ല. എന്റെ ഫുൾ മാർക്ക് പോലും ഞാൻ കണ്ടില്ല. ഞാൻ പിന്നെ എനിക്ക് A+ മാത്രമേ നോക്കിയുള്ളൂ. അവൾക്ക് എത്ര നോക്കാം. ചെക്ക് റിസൾട്ട് അടി. നീ വേഗം ആ സൈഡിൽ കഴിച്ച് ഞാൻ എത്ര നോക്ക്. അതല്ല ഏടോ സോ ഗൈസ്, ഇന്നിപ്പോൾ റിസൾട്ട് കാരണം ഉണ്ടാക്കുമ്പോഴാണ് ഓൾക്ക് 2 വിഷയത്തിൽ ഫുൾ മാർക്ക് ഉണ്ട് കേട്ടോ. ജേർണലിസ്റ്റും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും. എനിക്ക് ഫുൾ മാർക്കൊന്നുമില്ല. എനിക്ക് മാത്സിൽ എങ്ങനെ ഞാൻ പാസ്സായതെന്ന് എനിക്കറിയില്ല. സയൻസ് എടുക്കേണ്ടിയില്ല എന്ന് തോന്നാം. ഓക്കെ, സോ ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ എൻ്റെ കസിൻസിനോട് ഫുഡ് കഴിക്കാനൊക്കെ പോവാണ്. കാരണം ഇന്ന് എൻ്റെ ഫാദറിന് ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ എൻ്റെ 2 മാമിമാർക്ക് കേട്ടിട്ട് പാസ്സായിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ കാരണം അവർ ചിലവ് പോലെ നടക്കാൻ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരു നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. എന്തൊക്കെയോ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. So hope you like this video. Like, share and subscribe. Bye bye.